എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധം 13-ാം അധ്യായം. സൂതൻ പറഞ്ഞു: അല്ലയോ മുനിമാരെ, സുദ്യുമ്ന മഹാരാജാവ് മൃത്യു ഉത്തമ ഗുണങ്ങൾ ഉള്ളവനും രൂപസൗന്ദര്യമുള്ളവനും പ്രജകളെ തൃപ്തിപ്പെടുത്തുന്നതിൽ താല്പര്യമുള്ളവനുമായ പുരൂരവസ് തുടർന്ന് രാജ്യഭാരമേറ്റു. ധർമ്മങ്ങളെല്ലാം അറിയുന്നവനും പ്രജകളെ രക്ഷിക്കുന്നതിൽ തൽപരനുമായ അദ്ദേഹം ഏവരും പുകഴ്ത്തത്തക്കവണ്ണം രാജ്യം ഭരിച്ചു. കാര്യാലോചന അദ്ദേഹം രഹസ്യമായി വെച്ചു. ശത്രുക്കളെക്കുറിച്ച് ശരിയായ അറിവും അദ്ദേഹം നേടി. എപ്പോഴും ഉത്സാഹശക്തിയുള്ളവനും ഉത്തമ പ്രഭുശക്തിയുള്ളവനുമായിരുന്നു അദ്ദേഹം. സാമം, ദാനം, ഭേദം, ദണ്ഡം എന്നീ ചതുരുപായങ്ങളും ആ രാജാവ് ഭരണകാര്യത്തിൽ സ്വീകരിച്ചിരുന്നു. തനിക്ക് അനുരൂപമായ വിധം വർണ്ണാശ്രമ ധർമ്മങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം രാജഭരണം നിർവഹിച്ചു. ധാരാളം യജ്ഞങ്ങൾ നടത്തിയ അദ്ദേഹം പുണ്യപ്രദമായ ഒട്ടേറെ ദാനങ്ങളും നടത്തി. അദ്ദേഹത്തിന്റെ സൗന്ദര്യം, ഉത്തമ ഗുണങ്ങൾ, ഔദാര്യം, ശീലം, ധനം, പരാക്രമം എന്നിവയെപ്പറ്റി കേട്ടറിഞ്ഞ് വശീകൃതമായി തീർന്ന ഉർവശി ആ രാജാവിനെ കാമിച്ചു. ബ്രഹ്മശാപത്താൽ സന്തപ്തയായ അവൾ മനുഷ്യലോകത്തെ പ്രാപിച്ചു. ഗുണവാനെന്നു കരുതി ആ രാജാവിനെ മാനിനിയായ അവൾ ഭർത്താവായും വരിച്ചു. ഇങ്ങനെ ഒരു ശപഥം ചെയ്തിട്ടാണ് സുന്ദരിയായ ഉർവശി രാജാവിനോടൊത്ത് വസിക്കാൻ തുടങ്ങിയത്. ശത്രുവിന്റെ മാനത്തെ കെടുത്തുന്ന അല്ലയോ മഹാരാജാവേ, ഞാൻ ഏൽപ്പിക്കുന്ന ഈ 2 ആട്ടിൻകുട്ടികളെ അങ്ങ് സംരക്ഷിക്കണം. നെയ്യായിരിക്കും നിത്യവും ഞാൻ ഭക്ഷിക്കുക. മറ്റൊരു ഭക്ഷണവും എനിക്ക് വേണ്ട. മൈഥുന സമയത്തല്ലാതെ മറ്റൊരിക്കലും അങ്ങയെ വിവസ്ത്രനായി എനിക്ക് കാണാൻ ഇടവരരുത്. രാജാവേ, ഈ വാക്വ്യവസ്ഥ തെറ്റിച്ചാൽ ഞാൻ അങ്ങയെ ഉപേക്ഷിച്ചു പോകും. ഞാൻ ഈ പറയുന്നത് സത്യമാണ്. കാമിനിയായ അവൾ പറഞ്ഞതെല്ലാം രാജാവ് സമ്മതിച്ചു. ആ വാക്വ്യവസ്ഥയിൽ മുറുകെ പിടിച്ചുകൊണ്ട് ശാപമോക്ഷവും കാത്ത് അവൾ രാജാവിനൊപ്പം വസിച്ചു. രാജധർമ്മങ്ങളും കർമ്മങ്ങളും ഉപേക്ഷിച്ച് മതമോഹിതനായ രാജാവ് ഉർവശിയോടൊത്ത് അനേകകാലം ജീവിച്ചു. മനസ്സ് ഉർവശീമയമായതിനാൽ രാജാവിന് മറ്റൊന്നും ചിന്തിക്കാനേ കഴിഞ്ഞില്ല. അതിമോഹം പൂണ്ട അദ്ദേഹം അവളെ കൂടാതെ ഒരു ക്ഷണം പോലും കഴിയാൻ അശക്തനുമായി തീർന്നു. ഇതിനിടെ ശാപകാലം കഴിഞ്ഞിട്ടും ഉർവശി തിരികെ വന്നിട്ടില്ല എന്ന് കണ്ട് സ്വർഗവാസിയായ ദേവേന്ദ്രൻ ഗന്ധർവന്മാരെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു: അല്ലയോ ഗന്ധർവന്മാരെ, ആ രാജാവിന്റെ ഗ്രഹത്തിൽ നിന്ന് തക്കം നോക്കി ആട്ടിൻകുട്ടികളെ അപഹരിച്ചിട്ട് നിങ്ങൾ എല്ലാവരും കൂടി ഉർവശിയെ എത്രയും വേഗം തിരിച്ചു കൊണ്ടുവരണം. ഉർവശിയില്ലാത്ത ദേവലോകത്തിന് തീരെ അഴകില്ല. ഏതെങ്കിലും ഉപായം സ്വീകരിച്ച് ഉർവശിയെ നിങ്ങൾ കൊണ്ടുവരേണ്ടതാണ്. ഇങ്ങനെ ദേവേന്ദ്രൻ പറഞ്ഞത് കേട്ട് ഗന്ധർവന്മാർ കൂരിരുട്ട് ശരിക്കും പരന്നപ്പോൾ വിശ്വാവസുവിനെ മുൻനിർത്തി അവിടെ നിന്നും പുറപ്പെട്ടു. രാജാവ് പള്ളിയറയിലാണെന്ന് കണ്ട് അവർ 2 ആട്ടിൻകുട്ടികളെയും അപഹരിച്ചു. ആട്ടിൻകുട്ടികളെ അപഹരിച്ചുകൊണ്ട് ആകാശമാർഗേണ പോകവേ ആ 2 ആട്ടിൻകുട്ടികളും ഉറക്കെ കരഞ്ഞു. പുത്രന്മാരുടേതുപോലുള്ള ആ കരച്ചിൽ കേട്ട് ഉർവശി കോപിച്ച് രാജാവിനോട് ഇപ്രകാരം പറഞ്ഞു: അല്ലയോ രാജാവേ, ഞാൻ പ്രതിജ്ഞ ചെയ്തിരുന്നു. അതിപ്പോൾ അങ്ങ് ലംഘിച്ചിരിക്കുകയാണ്. അങ്ങയെ വിശ്വസിച്ചതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ സ്ഥിതിയിലായത്. എന്റെ 2 ആട്ടിൻകുട്ടികളെയും കള്ളന്മാർ അപഹരിച്ചു കൊണ്ടുപോയി. അല്ലയോ രാജൻ, അവർ ഇരുവരും എനിക്ക് പുത്രതുല്യരാണ്. വീരനാണെന്ന് വീമ്പിളക്കുന്ന അങ്ങ് ആണത്തമില്ലാത്തവനും നാണം കെട്ടവനുമാണ്. അതുമൂലം ഞാൻ നശിച്ചു. ജീവനെ പോലെ ഞാൻ സദാ ഇഷ്ടപ്പെട്ടിരുന്ന എന്റെ ആട്ടിൻകുട്ടികളും ഇപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടു. ഇങ്ങനെ വിലപിക്കുന്ന ഉർവശിയെ കണ്ടിട്ട് കാമമോഹിതനായ രാജാവ് വളരെ വേഗം ആട്ടിൻകുട്ടികളുടെ പിന്നാലെ വിവസ്ത്രനായി പാഞ്ഞു. ഗന്ധർവന്മാർ അപ്പോൾ തന്നെ ആ രാജകൊട്ടാരത്തെ വിദ്യുത് പ്രഭ കൊണ്ട് പ്രകാശമാനമാക്കി. അവിടെ നിന്ന് പോകാനൊരുമ്പെട്ട രാജാവിനെ ഉർവശി വിവസ്ത്രനായി കാണുകയും ചെയ്തു. അപ്പോഴേക്കും ആട്ടിൻകുട്ടികളെ വഴിയിൽ കളഞ്ഞിട്ട് ഗന്ധർവന്മാരെല്ലാം തങ്ങളുടെ ഉദ്ദേശം സഫലമായെന്ന് കണ്ട് തിരിച്ചുപോയി. രാജാവ് ആട്ടിൻകുട്ടികളെയും കൊണ്ട് അവശനായി സ്വഗൃഹത്തിലേക്ക് പോയി. അപ്പോഴേക്കും ഉർവശി അവിടം വെടിഞ്ഞതായി കണ്ട് രാജാവ് അത്യന്തം ദുഃഖിതനായി വിലപിച്ചു. സുന്ദരാംഗിയായ ആ സ്ത്രീ തന്റെ ഭർത്താവിനെ വിവസ്ത്രനായി കണ്ടിട്ട് അവിടെ നിന്നും പോയി കഴിഞ്ഞിരിക്കുന്നു. ഇത് കണ്ട് രാജാവ് ഉർവശിയെ മാത്രം ഓർത്ത് ദുഃഖിച്ച് ഓരോന്നു പുലമ്പി കരഞ്ഞുകൊണ്ട് ദേശം തോറും അലഞ്ഞു നടന്നു. ഭൂമി മുഴുവൻ അലഞ്ഞു നടക്കവേ കുരുക്ഷേത്രത്തിൽ വച്ച് രാജാവ് അവളെ കണ്ടു. കണ്ടിട്ട് പ്രസന്നവദനായ അദ്ദേഹം അവളോട് നല്ല വാക്കു പറഞ്ഞു: ഹേ പത്നി, കഠിനചിത്തേ, നില്ല്. നിന്നെ തന്നെ ഓർത്തുകൊണ്ടിരിക്കുന്ന, നിനക്ക് വിധേയനായ, തെറ്റൊന്നും ചെയ്യാത്ത പ്രിയപ്പെട്ടവനെ എന്നെ നീ ഉപേക്ഷിക്കരുത്. ഹേ ദേവി, നിന്നെ തേടി ദീർഘദൂരം വന്ന എന്റെ ഈ ശരീരം ഇപ്പോൾ ഇവിടെ വീഴും. അല്ലയോ സുന്ദരി, നീ ഉപേക്ഷിച്ച ഈ ദേഹം ചെന്നായ്ക്കളും കാക്കകളും കുത്തിത്തിന്നും. ഇങ്ങനെ വിലപിക്കുന്നവനും ദുഃഖിതനും നിസ്സഹായനും ക്ഷീണിതനുമായ രാജാവിനോട് ഉർവശി ഇപ്രകാരം പറഞ്ഞു: അല്ലയോ രാജശ്രേഷ്ഠ, അങ്ങ് മൂർഖനാണ്. അങ്ങയുടെ ജ്ഞാനം ഇപ്പോൾ എവിടെ പോയി? രാജാവേ, ചെന്നായ്ക്കളോടെന്ന പോലെ സ്ത്രീകളോട് ഒരിക്കലും സഖ്യം പാടില്ല. രാജാക്കന്മാർ സ്ത്രീകളിലും ചോരന്മാരിലും വിശ്വാസം അർപ്പിക്കരുത്. വീട്ടിലേക്ക് പോകൂ. സുഖമായി ഭക്ഷണം കഴിച്ച് മനസ്സിനെ വിഷമിപ്പിക്കാതിരിക്കൂ. ഇങ്ങനെ ബോധിപ്പിച്ചിട്ടും
മോഹാധീനനായ രാജാവിന് തീരെ ബോധ്യമായില്ല. ആ ഉർവശിയുടെ സ്നേഹത്താൽ ഭ്രമിച്ച രാജാവിന്റെ ദുഃഖം അതിന്റെ പാരമ്യതയിലെത്തി. സൂതൻ ഇപ്രകാരം പറഞ്ഞു: ഇങ്ങനെ മഹത്തായ ഉർവശീ ചരിതം ഞാൻ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. വേദത്തിൽ വിസ്തരിച്ചിരിക്കുന്ന ഇത് ഞാൻ ചുരുക്കി പറയുകയാണ് ഇവിടെ ചെയ്തത്. ഇതി ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധം 13-ാം അധ്യായം സമാപ്തം. ഓം ശ്രീ മഹാദേവ്യേ നമഃ. എല്ലാവർക്കും സാക്ഷാൽ ജഗദംബയുടെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി.